നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു നല്ല കാലം എപ്പോഴും ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെയാണ് മാരേജസിലും. കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ ഫോർ ഷുവർ ഒരു നന്മയുടെ ഒരു പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഇത് റിയലൈസ് ചെയ്താൽ എല്ലാ മാരേജസും സക്സസ്ഫുൾ ആവും. ഇതിപ്പോൾ എനിക്ക് കുറച്ച് വിവരമുള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്നൊക്കെ വായിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഈ മാരേജസിനെ കുറിച്ച്, റിലേഷൻഷിപ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി വിവരമുള്ളതാണ് ശ്രീ ജോർജ് കാടൻകാവൽ. അദ്ദേഹത്തിൻ്റെ മാരേജ് ടോക്കിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് ലഭിക്കും മാരേജ് റിലേഷൻഷിപ്സിനെ കുറിച്ച്. The right partner. It is not the atheist who blundered into a conviction that the life on earth is a miserable necessity to be endured. The right man with the wrong woman and the wrong man with the right woman. വിവാഹം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്കെല്ലാം തന്നെ വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകാം. സ്വന്തം പങ്കാളിയെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ചിന്തയാണിത്. മിക്ക മനുഷ്യരും ജീവിക്കുന്നത് അവരുടെ യഥാർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഓരോ മുഖഭാവങ്ങൾ മുഖത്തണിഞ്ഞുകൊണ്ടാണ്. മനസ്സിലുള്ള അരക്ഷിതത്വ ബോധം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മൂടുപടം ധരിച്ച് നടക്കുന്നത്. എന്നിട്ട് അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് തെറ്റിദ്ധരിക്കും. പേഴ്സണാലിറ്റി എന്ന വാക്ക് പേഴ്സോണ എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. പേഴ്സോണ എന്നാൽ മാസ്ക്, മുഖം മൂടി എന്നാണ് അർത്ഥം. എൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ടു പോയാൽ സമൂഹം എന്നെ വില വയ്ക്കാതെ വരുമോ, സമൂഹം എന്നെ മുതലെടുക്കാൻ ശ്രമിക്കുമോ, ഈ ഭയം കൊണ്ടാണ് നമ്മളൊക്കെ മുഖം മൂടി ധരിച്ച് നടക്കുന്നത്. മുഖം മൂടി ഒന്നുമില്ലാതെ വെറും പച്ചയായി ഇടപെടാൻ കഴിയുന്ന ഒരു ജീവിത പങ്കാളിയെ, മറ്റൊരു മനുഷ്യനെ പങ്കാളിയായി കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബജീവിതം ആരംഭിക്കുന്നത്. റൈറ്റ് എന്നോ റോങ് എന്നോ എന്തെങ്കിലും വേഷം നമ്മൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം പങ്കാളിയുടെ അടുത്തെങ്കിലും അത് അഴിച്ചു വയ്ക്കണം. പങ്കാളിയുടെ കഴിവുകളെക്കുറിച്ച് അഭിമാനിക്കണം, അത് പുറമെ പ്രകടിപ്പിക്കുകയും വേണം. സാമർഥ്യം നമ്മുടെ തലയ്ക്ക് പിടിക്കാൻ ഇടയാകരുത്. ഇത്രയും ചെയ്താൽ സൂൺ യു വിൽ റിയലൈസ് you too are the right partner.